providing medical illnesses. Then comes the sociological factors, the biological factors, and the psychological theories behind suicide. So now we look into the mental illness part. So the most important, do you know ICD classification? Oh, that's good. So there are a number of mental disorders classified in International Classification of Diseases. So when you look into these disorders, all these disorders can contribute to suicide. But some disorders are have more contribution towards suicide. One of the major among this is mood disorder, especially depressive disorder. Then comes anxiety disorders, schizophrenia and schizoaffective disorders, delusional disorders, personality disorders, alcohol and other related then stress disorders. Then comes dementia, delirium, mental retardation, eating disorders, sleep disorders, sexual dysfunction, and postpartum disorders. Now we look into what is the relevance of depressive disorders in suicide. പല സ്റ്റഡീസും കാണിക്കുന്നത് സയന്റിസ്റ്റിന്റെ സ്റ്റഡിയിൽ കണ്ടുപിടിക്കപ്പെട്ടത് ഏകദേശം 95% ആൾക്കാർ ആത്മഹത്യ ശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെന്റൽ ഡിസ്ട്രസ് ബാധിച്ചിട്ടുള്ളവരായിരിക്കും. അതിൽ തന്നെ 80% individuals will be having depressive disorder. So, മരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരിൽ 80% പ്രധാനമായും 3 സിംപ്റ്റംസ് ആണ് ഡിപ്രഷനിൽ പറയുന്നത്. ഒന്ന് പെർവേസീവ് സാഡ്നസ് ഓഫ് മൂഡ്, അകാരണമായ വളരെ കാലം നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം. രണ്ടാമത്തത് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ താല്പര്യക്കുറവ്. ഉദാഹരണത്തിന് കൃത്യമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആ ജോലിയിൽ ഒരു താല്പര്യം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരം ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അതിന് താല്പര്യം കാണിക്കാതിരിക്കുക, ടി വി അല്ലെങ്കിൽ സീരിയല് അല്ലെങ്കിൽ റിയാലിറ്റി ഷോ വളരെയധികം താല്പര്യത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്ന വീട്ടമ്മമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണമാണ്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉന്മേഷമില്ലായ്മ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തളർന്നു പോവുക. ഇതാണ് പ്രധാനപ്പെട്ട 3 ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിന്. അതിനോടൊപ്പം തന്നെ ഉറക്കക്കുറവ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ വിമുഖത കാണിക്കുക അല്ലെങ്കിൽ വിശപ്പ് കുറവ്, റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ, റെഡ്യൂസ്ഡ് സെൽഫ് എസ്റ്റീം, പിന്നെ അകാരണമായ കുറ്റബോധം. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്നതിന് ഒരു 2-3 ദിവസം നിലനിൽക്കുന്ന ഒരു സങ്കടവും മറ്റ് ബയോളജിക്കൽ ഫങ്ഷൻസിനെ ഒന്നും ഇമ്പയർ ചെയ്തില്ല. അങ്ങനെ നമുക്ക് ഒരു സാധാരണ സങ്കടഭാവവും ഈ വിഷാദ രോഗവും തമ്മിൽ തിരിച്ചറിയാം. പിന്നെ പ്രധാനമായിട്ടും ഡിപ്രസീവ് ഡിസോർഡറിൽ തന്നെ നെഗറ്റീവ് തോട്ട്സ്, അതായത് എന്നെ പറ്റിയും എൻ്റെ ചുറ്റുമുള്ളവരെ പറ്റിയും സമൂഹത്തെ പറ്റിയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് എപ്പോഴും കൂടെ കൊണ്ടു നടത്തുന്ന വിഷാദ രോഗികൾക്ക് ആത്മഹത്യ പ്രവണത കൂടുതലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പ്രതീക്ഷയില്ലായ്മ, മുന്നോട്ട് പ്രതീക്ഷയില്ലായ്മ. അതും വിഷാദ രോഗമുള്ളവരിൽ ഈ പ്രതീക്ഷയില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ രോഗവും പല ആൾക്കാരിലും പല രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. പ്രതീക്ഷയില്ലായ്മ ഇല്ലെങ്കിൽ അത് ആത്മഹത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ കണക്കാക്കാം. അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്, അതല്ലാന്നുണ്ടെങ്കിൽ delusions. What are delusions? Yeah, they are false, twisted, unshakable beliefs, not keeping in part with the patient's
social, education and cultural background, and it is filled with extraordinary conviction. So this is a long definition, but you can just remember that it is a false and shakable belief. So then the patient will be suffering from hallucinations, that is perception without a stimulus, and patient will have disorganized speech because of his thought problems or formal thought disorders. Patient may have loosening. I think you are familiar with these terms when you have psychiatric questions. So that is why I am not going to explain much more into these clinical symptoms. So patient may have formal thought disorder, so they may have loosening of associations, derangement, words that are or neurologisms. This will lead to disorganized speech. And this in turn will result in disorganized behavior, like eating rubbish or going and collecting waste articles, and also present with negative symptoms like anhedonia. He is not able to enjoy pleasure in any activities, or he is asociality. He is not interested in social interactions. He will not go and talk with others. So these negative symptoms, these are the main features of schizophrenia. And now we look schizophrenic patients. 10% of schizophrenic patients, they commit or attempt suicide, especially during the initial period of illness. Why? It may be because they are having some command auditory hallucination. You just think that you are hearing a voice. So he will first try to resist that, but he will not be able to resist. You feel that this is a familiar voice. നമുക്ക് വളരെ പരിചിതമായ അല്ലെങ്കിൽ നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കേൾക്കുകയാണ്, നിന്നെ കൊണ്ട് കാര്യമൊന്നുമില്ല, നീ പോയി മരിച്ചാൽ മതി. എങ്ങനെ മരിക്കണമെന്നും ചിലപ്പം പറഞ്ഞു തരും. പോവുക, ഗ്യാസ് തുറക്കുക, കത്തിക്കുക, you can die. So when you are hearing these auditory hallucinations are termed as command auditory hallucinations. Someone is commanding you to do something. Not only in case of suicide, if you are getting a command that you slap your friend who is sitting next to you, what will you do? Or second thing is that patient is having some persecutory delusion. He is afraid that he will be killed by others. There is a group or കുറേ ആൾക്കാർ എനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എന്നെ നശിപ്പിക്കാൻ വേണ്ടി. ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം പരാജയത്തിനെ കലാശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളവർ എനിക്കെതിരെ കൂട്ടം ചേർന്ന് അവരെനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അവരെന്നെ കൊല്ലും. അപ്പൊ അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ തന്നെ മരിക്കാതെ കുഴപ്പമില്ലല്ലോ. So patients thinking will go like that. So I am going to be harmed by others. So it is better to die. പക്ഷെ ഒരു ബോർഡർലൈൻ മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള ആൾക്കാർക്ക് അവർക്ക് മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് they will have many adjustment problems. And also these mentally retarded individuals, they are highly impulsive and they will have disinhibited behavior, or they may have aggression towards others. So these factors in mental retardation contribute to suicide. As well as mental retardation is a risk factor for development of various other psychiatric disorders which has been explained earlier. So that will also contribute to or add to the risk that a mentally retarded individual, not profoundly or not severely mentally but when it comes to the nuclear family, അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി ബോർഡിങ്ങിലായിരിക്കും, ഒരു കുട്ടി അമ്മയുടെ കൂടെയായിരിക്കും. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകും, കൊച്ചിന് ഭക്ഷണം ഉണ്ടാക്കി വരും, കൊച്ചൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വരും, TV കാണും. അച്ഛനൊരു അല്ലെങ്കിൽ അമ്മയുടെ ഇൻട്രസ്റ്റ് ഇൻ suicide behavior. And thank you for your patient listening.